അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ശരിക്ക് കോസ്മിക് തത്വങ്ങൾ പുതിയ ബാച്ചുകാരൊക്കെ എന്തൊക്കെയോ പറയുന്നെന്ന് വിചാരിക്കും. തൽക്കാലം അത് കേട്ടിരിക്കുക, നിങ്ങളുടെ ബ്രെയിനിൽ കിടക്കട്ടെ. വരും സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചതിൽ കോസ്മിക് തത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതും കൂടി നമ്മൾ എടുത്തിരുന്നാൽ മതി. അതുകൂടെ ഒന്നുകൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് കോസ്മിക് തത്വങ്ങൾ. കോസ്മിക് തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ തത്വങ്ങളാണ്. പ്രപഞ്ചത്തിന് ചില തത്വങ്ങളുണ്ട്, ഒരുപാട് തത്വങ്ങളുണ്ട്, നിരവധി തത്വങ്ങളുണ്ട്. ചില തത്വങ്ങൾ നമ്മൾ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ ആ തത്വങ്ങൾക്ക് അനുകൂലമായിട്ടും ചില തത്വങ്ങൾക്ക് മനുഷ്യൻ പ്രതികൂലമായിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്നത് എങ്കിൽ മാത്രമേ മനുഷ്യന് മറ്റു ജീവജാലങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതിന്റെ പിന്നിലും അതിന്റെ ഓപ്പോസിറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം ഗുരുത്വാകർഷണം. അത് പ്രപഞ്ച തത്വത്തിന്റെ ഒരു ഭാഗമാണ് ഗുരുത്വാകർഷണം. ആ ഗുരുത്വാകർഷണത്തിലേക്കൊരു എന്ത് മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴേക്ക് തന്നെ പതിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തന്നെ പതിക്കുന്നതിന്റെ പിന്നിൽ ആ ഗുരുത്വാകർഷണമാണ്. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ ഗുരുത്വാകർഷണത്തെയാണ് കീറിമുറിച്ച് മുകളിലേക്ക് എന്ത് ചെയ്തേ പോയത്. ഏതൊരു വസ്തുവും ഗുരുത്വാകർഷണത്തിന്റെയും മുകളിലേക്ക്, ഗ്രാവിറ്റിയുടെ മുകളിലേക്ക് മാറിപ്പോകാൻ മനുഷ്യൻ പഠിച്ചു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും പലപ്പോഴും ചെയ്യുന്നുണ്ട്. അത് മനുഷ്യന് വ്യത്യസ്തമായി മനുഷ്യൻ അതിനെ അങ്ങനെ ആർജിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ശ്രമിച്ചതിന്റെ ഭാഗമായിരുന്നു മനുഷ്യന് ഈ പ്രപഞ്ചത്തോളം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്തെങ്കിലും പറന്നുയരാൻ കഴിഞ്ഞതിന്റെ പിന്നിലുള്ളത്. ഓക്കെ. അപ്പോൾ അതേപോലെ നമ്മളിവിടെ നിരവധി തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു തത്വം, രണ്ട് തത്വങ്ങളാണ് പറയാനുള്ളത്. അതൊന്ന് ഏതൊക്കെയായിരുന്നു ടീച്ചറെ, സബിത ടീച്ചറെ ഉണ്ടോ അവിടെ? ബാക്കിയുള്ളൊരു മൈക്ക് മ്യൂട്ട് ചെയ്തോളണേ. ഇന്ന് രണ്ട് തത്വങ്ങൾ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ പരാതി ഒന്നല്ലോ. അല്ല സാറേ, അല്ലല്ല, അത് മനുഷ്യനെ വിഴുങ്ങുന്ന 4 കായ്കളിലുള്ളതാണ്. നമ്മൾ തത്വങ്ങളില് കണ്ടാ ചോദിച്ച് മേടിക്കുന്നു കുട്ടികൾ. കണ്ട സാറ് ഒഴിഞ്ഞു പോയപ്പോ അത് കട്ട് ചെയ്ത് കളയാൻ നോക്കിയപ്പോ അത് പറഞ്ഞു. സാറേ ഹൈസാം സാറേ, നമ്മൾ കാപട്യവും അത് മനുഷ്യനെ വിഴുങ്ങുന്ന 4 കായ്കളിലുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു. അത് പറഞ്ഞില്ലായിരുന്ന? ക്ലാസ് എടുത്തില്ല? അത് ക്ലാസ് കിട്ടി എന്നാണ്. അതുകൂടെ പറയാന്ന് പറഞ്ഞ് വോയിസ് അത് പറഞ്ഞിരുന്നു. ഓക്കെ. അല്ല, അത് രണ്ടും കൂടി ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ നോട്ടില്. അതായത് ബാച്ച് 8കാർക്ക് ഇതുകൂടെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് സെക്ഷനിലേക്ക് ഒരുമിച്ച് പോകുന്നതിന് വേണ്ടി രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ക്ലാസ് നേരത്തെ നമ്മൾ ചെയ്തായിരുന്നു. അത് ഇനി അടുത്ത വരുന്ന 9ാമത്തെ ബാച്ചിന്റെ ആ ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടി കേൾക്കാം. നമുക്ക് പ്രാക്ടീസ് സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ 5, 6, 7, 8 ബാച്ചായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത പ്രാക്ടീസ് സെക്ഷനിൽ ഒരുമിച്ച് അങ്ങ് പോവാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഏതൊക്കെയായിരുന്നു? രൂപാന്തര തത്വവും അതുപോലെ തന്നെ നീതി തത്വമാണ് പറയാൻ വന്നത്. അപ്പൊ ഞാൻ തത്വങ്ങൾ പൊതുവായിട്ട് പറയാം, എങ്ങനെയാണ് തത്വങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊണ്ടങ്ങോട്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു 8 തത്വങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ നമ്മൾ പറയുന്നത്, ഈ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്. അതിൽ 1ാമത്തെ തത്വം എന്ന് പറയുന്നത്, എല്ലാവരും പുതിയ ആൾക്കാരും എല്ലാവരും കേട്ടോളണം. 1ാമത്തെ തത്വം എന്ന് പറഞ്ഞാൽ ഊർജ്ജ തത്വം. ഊർജ്ജ തത്വത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ വസ്തുക്കളും ഊർജത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു.
ഇന്ന് ഈ കാണുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാം ഊർജത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വസ്തുവിലും എല്ലാ പ്രകാശമായിക്കോട്ടെ, ശബ്ദമായിക്കോട്ടെ, ഈ ടേബിൾ ആയിക്കോട്ടെ, നമ്മുടെ ഈ ഡിവൈസുകൾ ആയിക്കോട്ടെ, എല്ലാം ഊർജത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പോ ഇനി രണ്ടാമത് തത്വം എന്ന് പറയുന്നത് കാന്തിക തത്വമാണ്. എവിടെയാണോ ഊർജം ഉള്ളത് അവിടെ കാന്തികതയുണ്ട്. എവിടെയാണോ ഊർജം ഉള്ളത് അവിടെ കാന്തികതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എവിടെ ഊർജം ഉണ്ടോ അവിടെ കാന്തികത ഉണ്ട്. അപ്പൊ കാന്തികതയുടെ നിയമം എന്താ? അത് പല കാര്യത്തിലും ആകർഷിക്കുകയോ അല്ലെങ്കിൽ വികർഷിക്കുകയോ ചെയ്യും. നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിക്കുകയും ആ തീരുമാനിച്ച കാര്യത്തെ നമ്മളെ പിറകിലേക്ക് മാറ്റുകയും ചെയ്യുന്നെങ്കിൽ, ഒരുപാട് പിറകിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതില് വികർഷണവും നമ്മൾ ആകർഷിക്കുക മാത്രമല്ല വികർഷിക്കുകയും കൂടെയാണ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമാണ് നമ്മൾ അറിയാം. ആകർഷണ നിയമം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാറുള്ളത്. വികർഷണ നിയമത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ആ വികർഷണ നിയമവും ആകർഷണ നിയമവും എന്തുണ്ട്? കാന്തിക തത്വത്തിനകത്ത് ഉണ്ട്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ കൂടെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു തത്വം ശ്രദ്ധാതത്വം പറയാം. ഇതിന് പ്രത്യേകിച്ച് നമ്പറുകളൊന്നും ഇല്ല കേട്ടോ, ഇതെല്ലാം തിരിഞ്ഞും മറിഞ്ഞും വരുന്നതാണ്. ശ്രദ്ധാതത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ ശ്രദ്ധിക്കുന്നത് അതിലേക്ക് ഊർജം പ്രവഹിക്കും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലോട്ടാണ് ഊർജം നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് ഊർജം പ്രവഹിക്കും. ആ പോസിറ്റീവായിട്ട് പ്രവഹിക്കുന്ന ഊർജത്തിലേക്ക് കാന്തികത ഉണ്ടാവും. ആ കാന്തികത എന്ത് ചെയ്യും? നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. മനസ്സിലല്ലേ? അതേസമയം നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ നെഗറ്റീവ് ആകർഷിക്കും, പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ പോസിറ്റീവ് ആകർഷിക്കും. നെഗറ്റീവിൽ ശ്രദ്ധിക്കണോ പോസിറ്റീവിൽ ശ്രദ്ധിക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഊർജം എന്ത് ചെയ്യുക? പ്രവഹിക്കുക. എങ്ങോട്ട് ശ്രദ്ധ പോകുന്നോ അങ്ങോട്ട് ഊർജം പ്രവഹിക്കും, അതിലേക്ക് ഊർജം പ്രവഹിക്കും. ആ ഏതിലേക്കാണോ ഊർജം പ്രവഹിച്ചത് ആ ഊർജത്തിൽ കാന്തികത ഉണ്ടാകും. ആ കാന്തികത നമ്മളിലേക്ക് ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പ്രതിഫലന തത്വമാണ്. ഞാൻ ഇതിന്റെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രതിഫലന തത്വം പറയാം. പ്രതിഫലന തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിലേക്കാണോ നമ്മൾ എങ്ങനെയാണോ ഒരു വസ്തുവിനെ നോക്കിക്കാണുന്നത് അത് ഈ നമ്മളിൽ എന്താണ് തിരിച്ച് പ്രതിഫലിക്കും. അപ്പൊ നമ്മൾ അതിന്റെ മറ്റൊരു രസം എന്ന് പറയുന്നത് നമ്മുടെ അകമേ എന്താണോ അതാണ് പുറമേയും സംഭവിക്കുക. അതായത് ആദ്യത്തെ പ്രതിഫലനം നടക്കുക നമ്മൾ അകത്ത് നടക്കുന്നതിന്റെ പ്രതിഫലനം പുറത്ത് നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അകത്ത് നമ്മളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരിക. ഓക്കെ, പുറത്തേക്ക് വരുന്ന കാര്യം ചെന്ന് പതിച്ചിട്ട് അത് നമ്മളിലേക്ക് തന്നെ വരും. ഇത് ശ്രദ്ധിച്ചോളാം. അപ്പോ നമ്മൾ ചിലപ്പോ നമ്മുടെ ഉള്ളില് വളരെ ദുഃഖവും വളരെ വിഷമവും അല്ലെങ്കിൽ വളരെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരാളുടെ ഒരു സദസ്സിലോ അല്ലെങ്കിൽ ഒരു സംഭവ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ ഒക്കെ നമ്മൾ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ ഉള്ളിലുള്ളത് പതിയെ എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടും. പുറത്തേക്ക് വന്നിട്ട് നമ്മൾ വളരെ വലിയ നല്ല കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ പോലും നമ്മളുടെ ആന്തരികമായി കിടക്കുന്ന കാര്യങ്ങളെ പുറത്തേക്ക് വന്ന് ഈ പുറത്തുനിന്ന് എന്ത് ചെയ്യും? കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് അത് ചെന്ന് പതിച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? അവരുടെ തിരിച്ച് ഇങ്ങോട്ടുള്ള നമ്മളോടുള്ള ഇടപെടല്, നമ്മളിനി എത്ര വലിയ കാര്യം പറഞ്ഞാലും ചെയ്യും, നമ്മളുടെ ഉള്ള ഇടപെടല് അവരില് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ഒരു നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായും അവർക്ക് ആ നെഗറ്റീവ് ഫീൽ ചെയ്യും. അവർക്ക് പൂർണ്ണമായും നമ്മൾ പറയുന്നത് അവരുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അനുവദിക്കില്ല. മനസ്സിലായില്ലേ?
അപ്പൊ അത് നമ്മൾ നോക്കിക്കൊള്ളാം. നമ്മൾ ഒരു തരത്തിലും പ്രത്യേകിച്ച് ബിസിനസ് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. കാരണം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ബിസിനസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഈ കാര്യം പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ പൈസ പൈസ പ്രതീക്ഷിച്ച് നമ്മൾ ലക്ഷ്യം പൈസ, നമുക്ക് പൈസ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഇത്ര രീതിയിൽ ക്ലാസ് ചെയ്ത് നമുക്ക് നമുക്ക് ആ പൈസയോടുള്ള താല്പര്യമാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അവരിൽ കൃത്യമായിട്ടും മനസ്സിലാക്കുകയും നമ്മൾ പൈസയ്ക്ക് വേണ്ടിയാണ് ഈ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്, അവന് ലക്ഷ്യം പൈസ മാത്രമാണ് എന്ന് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീഡ് ചെയ്യും. മനസ്സിലായോ? മണി സെക്കൻഡറി സോഴ്സ് ആണ്, പൈസ രണ്ടാമത്തെ ഘടകമാണ്. പൈസ വരികയാണ് ചെയ്യുന്നത്. മനസ്സിലല്ലേ? പൈസ എന്ന് പറയുന്നത് സാധനങ്ങളോ സേവനങ്ങളോ കൊടുക്കുമ്പോൾ അതിന്റെ ആ കൊടുത്തതിന്റെ ഭാഗമായി തിരിച്ചു കിട്ടുന്നതാണ് പണം. മനസ്സിലല്ലേ? അപ്പൊ നമ്മൾ എത്രമാത്രം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നോ, എത്രമാത്രം ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കുന്നോ, നമ്മൾ എന്താണോ മാനസികപരമായി നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് അവർക്ക് ഉപയോഗപ്രദമാകുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് നമ്മളോട് എന്ത് ചെയ്യുന്നത്, അത് റിസൾട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ കൃത്യമായി പഠിക്കുന്നുണ്ട്. നമ്മുടെ ബോധ മനസ്സ് പഠിച്ചില്ലെങ്കിലും ഉപബോധ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രതിഫലന തത്വത്തിന്റെ ഒരു രീതി. അടുത്ത വരുന്നത് നമുക്ക് ഏത് തത്വം എടുക്കാം? നീതി തത്വം ലാസ്റ്റ് പറയാം. പിന്നെ ഏതായിരുന്നു ടീച്ചറെ? രൂപാന്തര തത്വം പറയാം. രൂപാന്തര തത്വം ഇന്നലെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് പറഞ്ഞാണ്. ദീർഘവീക്ഷണവും സൂക്ഷ്മ നിരീക്ഷണത്തിൽ നമ്മൾ ദീർഘവീക്ഷണത്തിൽ പറഞ്ഞാണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ പിടിച്ചു വെച്ച ആദർശത്തിൽ നിന്നുകൊണ്ട്, ആശയത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഒരു ഡീൽ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു പക്ഷേ അവരിൽ അത് ആ സമയത്ത് ആവശ്യമായിട്ടുള്ളതായിരിക്കും. മനസ്സിലായി? അപ്പൊ നമ്മൾ അവരെ കേൾക്കാൻ, മനസ്സിലായി? ഉണരൂ ഉപഭോക്താവെ ഉണരൂ. കസ്റ്റമറെ കേൾക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് രണ്ട് രീതിയാണല്ലോ. ഒന്ന്, നമ്മളിലിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ആശയം, സംസാരമായിക്കോട്ടെ, നമുക്കൊരു വേദി ആയിക്കോട്ടെ, എന്തും. ഞാനൊരു ബിസിനസ് മാത്രമല്ല ഉദ്ദേശിക്കുന്ന, ഏത് കാര്യത്തിലും നമ്മളൊരു വേദിയിൽ ഒരു കാര്യം പറയണമെങ്കിൽ ഒരു നമ്മളൊരു കലയോ എന്തായാലും ശരി, എല്ലാം ഒരു നമ്മളെ കയ്യിലിരിക്കുന്നൊരു കാര്യമാണ്. അത് കൊടുക്കാൻ പറ്റിയ ആവശ്യക്കാരെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ആവശ്യക്കാരെ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായില്ലേ? ഈ രണ്ട് കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് സത്യത്തിൽ ഇതൊരു രൂപാന്തര തത്വമാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് വാങ്ങാൻ ആവശ്യമുള്ള ആൾക്കാരെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അത് ആവശ്യക്കാരെ ഉണ്ടാക്കിയെടുക്കണം. അത് വെച്ചിട്ട് ആവശ്യക്കാരെ ഉണ്ടാക്കിയെടുക്കണം. ഈ രണ്ട് പ്രോസസ്സാണ്. ഇതിന്റെ രണ്ടിനും അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തില് വരില്ല. ഇവിടെ നമ്മൾ രൂപമാറ്റം വരുത്തുന്ന പറഞ്ഞത് നമ്മളെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ നമ്മളെ ഒരു സംഭാഷണം അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഏത് മേഖല, ഒരു ഇടപെടൽ പോലും, ഒരു മീറ്റിംഗ് പോലും അവരുടെ ചിന്തയും കൂടി അവരുടെ അഭിപ്രായവും കൂടി അതിൽ നമ്മളുടെ വിഷയത്തിൽ ആ രൂപമാറ്റം അവിടെ വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ വിഷയം അവതരിപ്പിക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ശ്രമിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവർക്കത് ഇഷ്ടപ്പെടാതെയോ അവർക്കത് ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ ആശയത്തിന് രൂപമാറ്റം വരുത്തി തുടങ്ങും. ഇത് ഇവിടെ ഉള്ള ഈ കസ്റ്റമർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അത് അവർക്ക് എന്തല്ല ഉപയോഗപ്രദമല്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ പ്രോഡക്റ്റ് അതല്ല, നമ്മൾ ഇത് തന്നെ വിൽക്കുമെന്ന് അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുക? രൂപമാറ്റം വരുത്തി. കാരണം അവരെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവിടെ എന്ത് ചെയ്തു? നമ്മൾ അവരെ ശ്രദ്ധിച്ചു. നമ്മളൊരു സംഭവത്തിൽ സെയിൽ ചെയ്യാനായിട്ട് പോയപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ് പങ്കുവയ്ക്കാനായിട്ട് പോയപ്പോൾ നമ്മൾ അവരെ
ശ്രദ്ധിച്ചു, ശ്രദ്ധാതത്വം അവിടെ ഉണ്ടായി. അവരുടെ ഉള്ളിൽ എന്തായിരുന്നു ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചു പ്രതിഫലിച്ചു, നമുക്ക് ക്യാച്ച് ചെയ്തു. മനസ്സിലായില്ലേ? അവിടെ കാന്തികത ഈ നമ്മൾ ശ്രദ്ധിക്കുന്ന ആൾക്ക് തന്നെ ഊർജം ഉണ്ടാവുകയും അവരുടെ ആശയങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വരികയും അതിലേക്ക് ചേഞ്ച് വരുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശയം എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ചിന്ത എന്ത് ചെയ്യാം, നമ്മുടെ ഒരു കഴിവ് എന്ത് ചെയ്യാം, നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. മനസ്സിലായോ? എക്സാമ്പിൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിലാണോ? ഇപ്പൊ ആശയ രൂപീകരണം ഏത് കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്, ഏത് തത്വമാണ്? എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ? രൂപാന്തര തത്വം. പ്രതിഫലന തത്വവും രൂപാന്തര തത്വം. പ്രതിഫലന തത്വം എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ഒരു കാര്യത്തെ അതെന്ത് ചെയ്യാം, ആദ്യം പുറത്തേക്ക് വരും, അത് മറ്റുള്ളവരിലേക്ക് ചെന്ന് പതിക്കും, ആ പതിച്ചത് എന്ത് ചെയ്യും, തിരിച്ച് പ്രതിഫലിക്കും. ഇതാണ് പ്രതിഫലന തത്വം. രൂപാന്തര തത്വം എന്ന് പറയുന്നത് ഈ നമ്മൾ കൊടുക്കുന്ന ആദ്യം പറഞ്ഞ, അതായത് ഞാൻ പറയാൻ വന്നൊരു ശൈലി ഉണ്ട്, ഞാൻ പറയാൻ വന്നൊരു ശൈലി രീതിയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, സ്വീകാര്യത തോന്നുന്നില്ല, ഇത് വിശ്വാസയോഗ്യത തോന്നുന്നില്ല, നമ്മളെ പ്രോഡക്റ്റിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവർക്ക് വിശ്വാസം വരുന്നില്ല, അവർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ യഥാർത്ഥ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ അതിന്റെ രീതികളോ മുന്നിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ സംസാരത്തിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രൂപാന്തരം മാറ്റി കൊടുക്കാൻ പറ്റും. അതായത് ഇങ്ങനെയല്ല പറയേണ്ടത്, അവർക്ക് അവരുടെ ഉള്ളിൽ ഇതെങ്ങനെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമ്മളെ പ്രതിഫലന തത്വത്തിൽ നമുക്ക് മനസ്സിലാവും. തിരിച്ച് പ്രതിഫലിച്ചതിൽ നിന്ന് ഹൈസാം സാർ മനസ്സിലായോ? തിരിച്ച് പ്രതിഫലിച്ചതിൽ നിന്ന് മനസ്സിലാവും. അവിടെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്ത് കൊടുക്കും. കാരണം നമുക്ക് ഈ പ്രോഡക്റ്റിനെ മറ്റൊരു രീതിയിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുക, ഈ ഒരു ശൈലി മറ്റൊരു ഇതിലോട്ട് മാറ്റുക, ഇങ്ങനെ അവരെ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? ഞാൻ അതിന്റെ ഹൈസാം സാറിന് ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ കുറച്ചും കൂടെ ഇപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഉദാഹരണങ്ങൾ സഹിതം ഇത് മൊത്തമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ബ്രാൻഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ സെയില് അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മൾ തന്നെ സ്വയം ഒരു ബ്രാൻഡായി മാറുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വ്യത്യാസം വേറെയാണ്. ഷേക്സ്പിയറുടെ സാഹിത്യങ്ങൾ ലോക പ്രശസ്തമായിട്ടാണ്, പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്തു, ഒരു ഭാഷ തയ്യാറാക്കി എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തിന്റെ സാഹിത്യങ്ങൾ എല്ലാവർക്കും വായിച്ചെടുക്കാൻ വേണ്ടി. അതറിയാലോ അല്ലേ, കേട്ടിട്ടില്ലേ? ഷേക്സ്പിയർ ഒരു അറിയാലോ, ഒരു സാധാരണക്കാരനായിരുന്നു, എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷകളിലേക്കുള്ള ഇത് പുറം ലോകത്തിന് അറിയില്ല എന്ന് അദ്ദേഹം സംസാരിക്കുന്ന ശൈലിയിൽ ഒരു ഭാഷ തന്നെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ കഥയുടെ അല്ലെങ്കിൽ കഥയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ക്രെഡിറ്റാണ്, ബ്രാൻഡാണ്. അപ്പൊ ബ്രാൻഡായിട്ടുള്ള സാധനമുണ്ട്. നമ്മളിപ്പോ പലരും പല മോട്ടിവേഷനിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്, ആപ്പിള് വാങ്ങാൻ നമ്മൾ അതിന്റെ വില പേശാറില്ല. ആപ്പിളിന്റെ ഒരു പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കാരണം അത് അങ്ങനെയാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണോ അതിന് അവര് സ്വയം ഉപഭോക്താക്കൾ അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെന്ത് ചെയ്യും, സ്വയം അവർ ഇതിന് വേണ്ടി അവരെല്ലാവരുടെയും മൈൻഡ് രൂപമാറ്റം അവർ വരുത്തും, അവരുടെ ചിന്തയിൽ അത് മാറ്റം വരും. മനസ്സിലായി? അതാണ് ബ്രാൻഡിന്റെ പ്രത്യേകത. അത് ചില വ്യക്തികളായിരിക്കാം, ആ ആളിന് എങ്ങനെ ആ ആളിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാറിക്കൊടുക്കും. പക്ഷെ മറ്റു പലപ്പോഴും അവരെ നിലനിർത്തിയേക്കുന്നതിന്റെ പിന്നിൽ, ബന്ധങ്ങൾ നിലനിർത്തിയേക്കുന്നതിന്റെ പിന്നിലും ഒക്കെ നമ്മൾ എപ്പോഴും രൂപമാറ്റത്തിന്
തയ്യാറായിരിക്കണം. തീരുമാനങ്ങളെ മാറ്റുക എന്നാൽ ഓപ്പോസിറ്റിലേക്ക് വരിക എന്നൊന്നുമല്ല അർത്ഥം. ശരി, സാഹചര്യവാദിയാവുക എന്നുള്ളതൊന്നുമല്ല അർത്ഥം. ഓക്കെ, പിന്നെ വരുന്ന ഏതാ ടീച്ചറെ? നീതിതത്വം പറഞ്ഞില്ലല്ലോ. ഓക്കെ, നീതിതത്വം നമ്മൾ ഇത്ര ആശയതത്വം. ഓക്കെ, ആശയതത്വം അറിയാലോ. ഇപ്പൊ നമ്മള് മെയിനായിട്ട് ഇതില് ആശയ രൂപീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആശയതത്വം അതായത് നമ്മൾ ഒരു 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 സംഭവം ചെയ്യുമ്പോൾ, ഒരു വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് എത്രമാത്രം ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് നമുക്ക് ആ വിഷയത്തെ ആശയവൽക്കരിക്കുക എന്നുള്ളതാണ്. ആശയ രൂപീകരണം കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? എങ്ങനെ നമുക്ക് ആശയ രൂപീകരണം കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക്, അവരുടെ ഉപയോഗപ്രദമായ രീതിയിലേക്ക് അവർക്കൊരു ആശയ രൂപീകരണം കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് നമ്മളൊരു സംസാരമാണെങ്കിൽ സംസാരത്തിൽ ആശയ രൂപീകരണം, പ്രോഡക്ട്സിലാണെങ്കിൽ ആ പ്രോഡക്ട്സിലാണ് ആ ആശയ രൂപീകരണം വരാനുള്ളത്. മനസ്സിലായില്ലേ? സെയിൽ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ഉപയോഗപ്രദമല്ലാത്ത സാധനം കൊണ്ടുവച്ചിട്ട് അതിനെ വേറെയുള്ള മണ്ടിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ആശയ രൂപീകരണം നടത്തുന്നവരുണ്ട്, വാക്കുകളുണ്ട്. അതല്ല, ഇത് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് അതിനെ ഒരു ആശയ രൂപീകരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള യാന്ത്രികപരമായ രീതിയിലേക്ക് അതിനെ മാറ്റണം. അതിന്റെ മാന്ത്രികവും താന്ത്രികവും കറക്റ്റാക്കി അതിനെ പ്രവർത്തന യോഗ്യമാക്കി കൃത്യമായി ഉപയോഗപ്രദമായ രീതിയിലേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആശയ രൂപീകരണം നടത്തണം. അതിനാണ് നമ്മളിപ്പോ ഇതെല്ലാം പറയുന്നത്. ആശയം തുടക്കം പോലെ ഈ കോഴ്സിൽ ഒന്നാമത്തെ മൊത്തം ആശയത്തിന്റെ കാര്യം പറയുന്നതിന്റെ കാരണം അതാണ്. ഏത് കാര്യം കിട്ടിയാലും നമുക്ക് അതിനൊരു ആശയ രൂപീകരണം നടത്താൻ പറ്റണം. ഇത് സംസാരത്തിൽ മാത്രമല്ല, നമ്മളുടെ നിരന്തരമായ ചിന്തകളില്, എന്തെങ്കിലും പ്രവർത്തനങ്ങളില് എല്ലാം അതിന്റെ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആകൃതിയിൽ അതിനെ നമ്മളുടെ ഒരു രീതിയിലേക്ക് ഒരു ആകൃതിയിലേക്ക് അതിനെ ആ പ്രോഡക്റ്റിനെ തന്നെ മാറ്റിയെടുക്കണം. മനസ്സിലായില്ലേ? ആശയ രൂപീകരണം. പിന്നെ വരുന്നത് ഇതിന്റെ നോട്ടുണ്ട്. നോട്ട് വ്യത്യസ്തമായിട്ട് ഇതിന്റെ വേറൊരു രീതി ഭാഗമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് നീതിതത്വം. നീതിതത്വം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നേരത്തെ പറഞ്ഞ പ്രതിഫലന തത്വമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെയാണ്. നീതിതത്വം വരിക എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രപഞ്ചത്തിനൊരു നീതിയുണ്ട്. അത് എവിടെ എങ്ങനെ സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ കഴിവ് ഉപയോഗിക്കണം, കൃത്യമായ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ എവിടെയും ഉയർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആ നീതിതത്വം പ്രവർത്തിക്കുക. അതിനുള്ള 5 സെക്കൻഡില് നമുക്ക് അവസരങ്ങൾ തരും. അതാണ് ഈ നീതിതത്വം എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മൾ സത്യസന്ധമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാ? അതായത് ഒരു പ്രോഡക്ട്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു കോഴ്സ്, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കോഴ്സ്, ഇതില് ഞാൻ ശരിക്കു പറഞ്ഞാൽ ഈ നീതിതത്വത്തിന്റെ ഭാഗമായിട്ട് പറയുമ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ഞാൻ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. എനിക്ക് നിങ്ങളോട് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഒരു നീതി പുലർത്തേണ്ടതുണ്ട്. ഇത് അത് പോലെ പ്രപഞ്ചം അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം കൃത്യമായ ഒരു നീതി പുലർത്തും. ആ നീതി പുലർത്തുക എന്ന് പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. അതായത് ഈ കോഴ്സ് എനിക്കറിയാം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇതിൽ നിന്ന് എന്ത് ചെയ്യാണ്? മാറ്റം വരുത്തുകയോ ഇതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനെ കൊണ്ടുപോകുമ്പോഴും അതിനെ തിരിച്ച് ഈ വഴിക്ക് തന്നെ അവിടെ എത്തണം എന്നുള്ളതും എൻ്റെ നീതിയാണ്. കാരണം ഈ കോഴ്സിന്റെ പൂർണ്ണമായ റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. അവിടെ അനാവശ്യമായ രൂപാന്തര തത്വം വരുത്തി കഴിഞ്ഞാൽ പോയി. മനസ്സിലല്ലേ? പെട്ടെന്ന് രൂപാന്തരം വരുത്തി കഴിഞ്ഞാൽ പോയി. അതാണ് അതിന്റെ രസം. അതായത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പെട്ടെന്ന് വരുന്നവർക്കും പെട്ടെന്ന് ഐഡിയ വരും. പക്ഷെ അതിനെ തുടക്കം മുതൽ അവസാനം വരെ മാന്ത്രികവും താന്ത്രികവും യാന്ത്രികവുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കിപ്പോ 4 സ്റ്റെപ്പായിട്ട് ഈ കോഴ്സ് നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ എന്താകും എന്ന് നമ്മൾ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ ആ പ്ലാനിനെ തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ ഈ തിരിക്കുന്ന ആള് തിരിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ ഇത് കൊണ്ടുവന്ന് ഈ 4 മാസം വരെ കൊണ്ട് എത്തിക്കാത്തി പാടുവിടും. പെട്ടെന്ന് നമുക്ക് തോന്നും കേൾക്കുമ്പോ അത് നല്ലതാണെന്ന് തോന്നും.
പക്ഷെ ആ രൂപമാറ്റം നമ്മളുടെ ലക്ഷ്യത്തിനെ വഴിതിരിച്ചു വിടുന്ന സാധനങ്ങളാണെങ്കിൽ എടുക്കരുത്. ഉദാഹരണം, നമ്മൾ ഒരു പഴയ ഒരു കഥയിൽ പറയുന്നതാണ്, ഒരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാ താബൂക്ക് വെച്ച് അല്ലെങ്കിൽ ചുടുകല്ല് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള, വളരെ ബലമുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഒരു കല്ലും കൂടി, ഒരു താബൂക്കും കൂടി, അല്ലെങ്കിൽ ഒരു ചുടുകല്ലും കൂടി അതിന്റെ കൂടെ കിട്ടുകയാണ്. പക്ഷെ അതിന്റെ സൈസിന് വ്യത്യാസമുണ്ട്. അത് ഉപേക്ഷിക്കുക, അതെടുത്ത് വെച്ച് കെട്ടുക. അത് ഒരുപക്ഷെ അത്രയും വിലയുണ്ട്. ഇതിന്റെ ഒരു 100 കല്ലിന്റെ വില ആ ഒരു കല്ലിനുണ്ട്. പക്ഷെ ആ കല്ലെടുത്ത് അവിടെ പക്ഷെ അതിന്റെ സൈസിന് എന്തുണ്ട്? വ്യത്യാസം. ആ കല്ല് അവിടെ എടുത്ത് വെച്ച് കെട്ടോ, നമ്മളത് നിർമ്മാണത്തിന് എടുക്കോ, അതേ മാറ്റിയിടും. മാറ്റിയിടില്ലേ? ഈ പ്രോസസ്സാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചോളണം. നമ്മളെ രൂപമാറ്റം വരുത്തുമ്പോൾ, രൂപാന്തര തത്വം വരുത്തുമ്പോൾ കൃത്യമായും അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അത് അടുത്ത മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകാൻ ചേരുന്ന കല്ലാണോ? അത് ചിലപ്പോൾ ക്വാളിറ്റി ഉള്ളതായിരിക്കും. എൻ്റെ കയ്യിരിക്കുന്ന കല്ലിന് ഒരു എന്താണ്, ഈ കല്ലിന്റെ അടുത്ത് വരൂല. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിച്ചോളണം. ഇതൊക്കെ പ്രതിഫലിക്കും, നെഗറ്റീവായിട്ട് പ്രതിഫലിക്കും. പിന്നെ ഓക്കെ, കണക്ട് ആവുന്നുണ്ടോ? അതായത് ഒരു ഇതായിട്ട് പോകുന്നു. ഇന്നത്തെ കണക്കത്തെ ഒരു ചൂടില്ലേ? കണക്ട് ആവുന്നുണ്ടോ? ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ചൂരിലെടുക്കണം, അതുകൊണ്ടാണ് ദിശ തിരിഞ്ഞു പോകും. എന്നാലിട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ പതിയെ പതിയെ കുറെ സാധനങ്ങൾ എടുത്ത് ഞാൻ ഇതിൽ രൂപാന്തരം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? എനിക്കറിയുന്നുണ്ട്, ഇത് ഓരോന്നും പറയുമ്പോ ഇത് നാളെ ഉയർത്താൻ പോകുന്ന മൂന്നാമത്തെ നില കെട്ടാൻ പോകുന്ന ഇതിനാവശ്യമായ ഇത് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ഞാൻ എടുത്ത് അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഡ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം? അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ചെയ്യാൻ. അവിടെ അത് പറ്റില്ല എന്നുള്ളതുമല്ല, അവിടെ ചേരുമെന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ അതെന്ത് ചെയ്യാം? പതിയെ എടുത്ത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിൽ എനിക്ക് സ്വന്തമായിട്ട് ഇല്ല, കാവുളി വരെ പറഞ്ഞു നമുക്ക് ചൂണ്ടാനൊരു വീടില്ല സാർ. മനസ്സിലല്ലേ? അത് പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് എന്റേതായിട്ടൊന്നും ഇതിനകത്തില്ല. അങ്ങനെ ആരും എന്റെ സൃഷ്ടിയാണെന്നോ എന്റെ ഒരു സാധനമില്ല. ഞാനിത് മൊത്തം മോട്ടിച്ചാണ്. വളരെ ഭംഗിയായിട്ട് സൗന്ദര്യം കൊടുത്ത് മോട്ടിക്കാൻ പറ്റി, അത്ര തന്നെ ഉള്ളത്. മോട്ടിച്ച സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ പറ്റി. അതിന് പ്രത്യേക കളറൊക്കെ കൊടുത്ത്, അതിന്റെ ഓണർമാർ വന്ന് ഇന്നാലും ഡൗട്ടാണ്, ഇത് എന്റെ തന്നെ എടുത്തത്. അങ്ങനെ അതിനെ മാറ്റാൻ പറ്റി, അത്രേ ഉള്ളൂ. മഹാകള്ളൻ. എങ്ങനെ സാറേ? അതെ, ഓക്കെ. ഇനി 3/4 മണിക്കൂറിൽ നമുക്ക് ഈ തത്വങ്ങളെ തന്നെ കുറച്ചും കൂടെ വേറൊരു രീതിയിലേക്ക് നമുക്കൊന്ന് പറയാം. ഓക്കെ, ഇത് ഒരുപക്ഷെ ഈ 10ാം ബാച്ചുകാർക്കും 11ാം ബാച്ചുകാർക്കും ഒരുപക്ഷെ ഒന്നും കാര്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും നിങ്ങളിത് ചെറിയൊരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു. എന്നാലും ഒരുപക്ഷെ പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിൽ ടെൻഷനൊന്നും വേണ്ട. ഈ കോസ്മിക് തത്വങ്ങൾ ആണ്. കോസ്മിക് തത്വങ്ങൾ പ്രധാനമായിട്ടും എന്താണ് കോസ്മിക് തത്വങ്ങൾ? ഇനി നമുക്കൊരു 45 മിനിറ്റ് ഒരു സീരിയസ് ക്ലാസ്സിലോട്ട് പോവാം. അതായത് നമ്മളൊരു ഇതിന്റെ അകത്ത് മനസ്സെന്ന് പറയുന്ന മനസ്സിന്റെ ഒരു 7 തലങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴെന്ന് പറയുന്നത്, നമ്മുടെ മനസ്സ് ഒരു ഡ്രൈവറാണ്. മനസ്സിലായില്ലേ? മനസ്സൊരു ഡ്രൈവറാണ്. നമ്മളുടെ ജീവിതമാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരവും അടക്കമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു കുടുംബത്തിനകത്തൂടെ ഡ്രൈവ് ചെയ്ത് പോകേണ്ടതാണ്. അതായത് ഓരോരുത്തരും ഡ്രൈവർ ആയിരിക്കണം. അത് ഓണർ ആവാനോ യാത്രക്കാരനാവാനോ നോക്കരുത്. ഡ്രൈവിംഗ് പഠിച്ചു തന്നെ പോകണം. എങ്കിൽ മാത്രമേ മനസ്സ് വെച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. നമ്മളെപ്പോഴും
മനസ്സിലാക്കുക, ഓരോരുത്തരും ഇതിനകത്ത് മനസ്സിലാക്കുക, നമ്മൾ ഒരു ഡ്രൈവർ ആയിരിക്കണം. മനസ്സിലായില്ലേ? നമ്മളൊരു ഡ്രൈവർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റൂ. അപ്പൊ ആ പോകുന്ന ഒന്ന് നമ്മൾ പിറകിലിരിക്കുകയെന്ന് ചോദിക്കാം. നമ്മൾ പലപ്പോഴും പറയും, നമ്മളെ മനസ്സിനെ നമ്മൾ ഡ്രൈവർ ആക്കിയിട്ട് നമ്മുടെ ബുദ്ധി കയറി പിറകിലിരുന്നാല് മനസ്സിലായില്ലേ? ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം മനസ്സിഷ്ടം പോലെ അങ്ങ് പോവും, ബുദ്ധി വേക്കിരുന്ന് ഉറങ്ങും. കാലങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ പറയും, എനിക്ക് ഒരുപാട് ഐഡിയ ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി എന്ന് പറയും. എൻ്റെ നീണ്ട കാലത്തെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സാകുന്ന ഡ്രൈവറിനെ ആ ഡ്രൈവിംഗ് പഠിക്കാതെ, നമുക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് ബോധമില്ലാതെ നമുക്ക് തോന്നിയതുപോലെ എന്ത് ചെയ്തു, ഈ വാഹനം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും പറ്റുന്നത്. ഈ തത്വങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നതിന് വേണ്ടിയാണ് ഈ കഥ ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. നമ്മളെപ്പോഴും നമ്മുടെ ബോധ മനസ്സ്, ഉപബോധ മനസ്സെന്ന് പറയുന്നതിന് മറ്റൊരു രീതിയിൽ മറ്റൊരു ആശയ രൂപീകരണം കൊടുത്തു നോക്കാം. അതായത് ഉപബോധ മനസ്സിനെ ഡ്രൈവർ ആക്കിയിട്ട് ബോധ മനസ്സിനെ പിറകിൽ വെക്കുന്നു വിചാരിക്കാം. ബോധ മനസ്സിനെ പിറകിൽ ഇരിക്കുകയാണ്. അപ്പൊ ഉപബോധ മനസ്സിന്റെ അടുത്ത് പറയാണ്, വണ്ടി കയറിയിട്ട് പറയാണ്, ആ നീ പൊയ്ക്കോ, മനസ്സിലല്ലേ, നീ പൊയ്ക്കോ, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർ എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? ഇന്നലെ വരെ ഉപബോധ മനസ്സ് പോയത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ മാത്രമേ ബോധ മനസ്സിന് പോകൂ. മനസ്സിലല്ലേ? ഇന്നലെ വരെ എവിടെയാണോ നമ്മുടെ ഉപബോധ മനസ്സ് എവിടെയൊക്കെ പോയിട്ടുണ്ട്, അത്തരം സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും വീണ്ടും കൊണ്ടാക്കുക. അതേസമയം നമ്മളുടെ ബോധത്തോടുകൂടി, നമ്മളെ ബോധ മനസ്സോടുകൂടി നമ്മളുടെ നാളത്തെ പ്ലാനുകളെ ഉപബോധ മനസ്സിന്റെ അടുത്ത് പറയാൻ, ഇന്നലെ പേരെ പോയ അവിടെ അല്ല പോകേണ്ടത്, ഇവിടെ അല്ല പോകേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ചിന്തിക്കേണ്ടത്, ഇന്ന് പോകേണ്ടത് അവിടെയാണ്, ഇന്ന സ്ഥലത്താണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ആര് കൊണ്ടുപോകും? ഉപബോധ മനസ്സ് കൊണ്ടുപോകും. മനസ്സിലായ? പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും പാതി വഴിയെ പോകുന്നതിന്റെ കാരണം നമ്മൾ ഉപബോധ മനസ്സിനകത്താൻ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ഈസി ആയിട്ട് നമ്മളങ്ങ് ഏൽപ്പിച്ച് ഇത് കൊണ്ടുപോയിക്കൊള്ളണേ എന്ന് പറഞ്ഞ്, അതിനുശേഷം എന്ത് ചെയ്യാണ്? നമ്മൾ ഫ്രീ ആയി നമ്മളുടെ വേറെ സ്ഥലങ്ങളൊക്കെ ആലോചിച്ച്, വേറെ സംഭവമൊക്കെ ആലോചിച്ച്, പാട്ടൊക്കെ കേട്ട്, ഹെഡ്ഫോണൊക്കെ വെച്ച്, പുറങ്കി ഗ്ലാസ്സും ഒക്കെ എടുത്ത് വെച്ച്, സൈഡിലോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധാതത്വം എങ്ങോട്ട് മാറി? ചുറ്റിലും മറ്റ് കാര്യങ്ങളിലേക്കും മറ്റ് സംഭവങ്ങളിലേക്കും മറ്റ് രീതികളിലേക്കും ഒക്കെ അങ്ങ് ചിന്ത മാറ്റിയപ്പോ, ശ്രദ്ധാതത്വം അതിലേക്ക് മാറിയപ്പോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എങ്ങോട്ടേ പോകാൻ അറിയാവൂ? ഇന്നലെ വരെ പോയ സ്ഥലത്തെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സ് എപ്പോഴും വഴി പറഞ്ഞുകൊണ്ട് ഇതാണ്, അതല്ല, നീ ഇന്നലെയൊക്കെ അങ്ങോട്ട് പോകേണ്ടതാണ്, നിന്റെ വണ്ടി അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിക്കും, നേരെ പോ, മനസ്സിലായ? അതാണ് ഇപ്പൊ നമ്മൾ പോകേണ്ട വഴി എന്ന് നമ്മളുടെ ശ്രദ്ധ, അതാണ് ശ്രദ്ധാതത്വം. നമ്മൾ എവിടെയൊക്കെയാണോ എത്തേണ്ടത് അതിലേക്കുള്ള ഓരോ വഴിയും ഉപബോധ മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, ഉപബോധ മനസ്സിന് അവിടെ ഒരു ഇതുമില്ല കൊണ്ട് എത്തിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എപ്പോഴാണോ അവന് തിരിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എവിടെയാണോ വിശ്രമിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എവിടെയാണോ അവന് ഇന്നലെ വരെയുള്ള സുഖം കിട്ടിയിട്ടുള്ളത്, അതിലേക്ക് അങ്ങ് മാറും. നമ്മൾ പെട്ടെന്ന് ഉണർന്നിട്ട് നമ്മൾ പറയും, ഞാൻ എത്ര നമ്മുടെ മനസ്സിനോട്, ഉപബോധ മനസ്സിനോട് പറഞ്ഞിട്ടും എൻ്റെ പ്ലാനുകൾ ഒന്നും നടക്കുന്നില്ല, എന്നെ ഒന്നും ചെയ്യിക്കുന്നില്ല. കാരണം എന്താണ്? എനിക്ക് മടിയാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നതിന്റെ പിന്നിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലേക്ക് ശ്രദ്ധ എപ്പോഴാണോ മാറി നിൽക്കുന്നത്, വേറിട്ട് നിൽക്കുന്നത്, വേറെ പല കാര്യങ്ങളിലേക്കും നമുക്ക് ശ്രദ്ധ വരും. അതെന്റെ രസം. നമ്മൾ ഇതിൽ മാത്രമല്ല, നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ വേറെ പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ വരും. പക്ഷെ അതിനെയൊക്കെ
ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് അറ്റാച്ച് ചെയ്തായിരിക്കണം കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം എടുക്കാൻ. ഉദാഹരണം, ഞാനിപ്പോ ക്ലാസ് ചെയ്യുന്നു, ഇതിന്റെ കൂടെ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നു, യൂട്യൂബിൽ വീഡിയോ ഇടുന്നു. അപ്പോൾ ആ യൂട്യൂബിലെ ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നു, പുതിയ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് പൈസ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയപ്പെടാൻ ഉള്ള ഒരു സാധ്യതയാണ് അത്തരം കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ക്ലാസ് വിട്ടിട്ട് അതിലോട്ട് പോയാലോ, ഈ ലക്ഷ്യം വിട്ടിട്ട് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്താലോ, വിട്ട്. മനസ്സിലായില്ലേ? ആ ശ്രദ്ധ എവിടെ, ഏത് അളവിൽ, എന്തിലൊക്കെ കൊടുത്തായിരിക്കണം അതിലേക്ക് നമ്മൾ ഏറ്റവും ഫോക്കസിലേക്ക് പോകേണ്ടതെന്ന് നോക്കണം. അല്ലെങ്കിൽ ഒന്ന് റണ്ണിങ് ആയി അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പൂർണ്ണമായി ഇണങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ പരിശീലിപ്പിച്ച് വിട്ടതിന് ശേഷം ഇതിന്റെ സമമായിട്ടുള്ള വേറെ ഒന്നിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. കാരണം ഇവ ഓടിക്കൊള്ളും. കാരണം എന്താണ്, ഇവൻ സ്ഥിരം പോയി വന്ന് പരിചയമായി. പിന്നെ ചെറുതായിട്ട് കൂടെ ശ്രദ്ധിച്ചാൽ മതി, ഇവ അവിടെ എത്തുന്നുണ്ടോ, ലോഡ് അവിടെ കൊണ്ട് ഇറക്കുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ, ഇത് മാത്രം എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്തോളൂ. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിന് പൂർണ്ണമായും പരിചയമില്ലാത്ത മേഖലകളിലാണെങ്കിൽ എപ്പോഴും നമ്മളെ നിയോ കോർട്ടക്സ് ശ്രദ്ധ തത്വം അവിടെ എന്ത് ചെയ്യണം, ഉണ്ടാവണം. ഓക്കെ, കണക്ട് ആയോ? ഓക്കെ, ചെറിയൊരു കൊച്ചു ചോദ്യമൊക്കെ ചോദിക്കാം. അല്ല, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എങ്ങനെ തോട്ട് കിട്ടുക എന്നാ? സബ് കോൺഷ്യസ് മൈൻഡിന് മെസ്സേജ് മനസ്സിലാവുന്ന എങ്ങനെയാണെന്നോ? അതെ, അതാണ്. അതായത് ഇപ്പോ ഞാൻ ഈ ക്ലാസ്, എനിക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വാക്കുകളല്ല പറയുന്നത്. ഒരു മനുഷ്യനും അവന് ലാംഗ്വേജ് മാത്രം, അവൻ ഔട്ട് ചെയ്യുന്ന സംസാരത്തിൽ മാത്രമേ അവന് ഭാഷകളുള്ളൂ. അല്ലാതെ അവൻ ചിന്തിക്കുന്നത് പോലും ഇമാജിനേഷനാണ്. ഞാൻ നിങ്ങളെ ഇത്രയും ആൾക്കാരെ ക്ലാസ് ചെയ്യുന്നു, നിങ്ങൾ എനിക്ക് കിട്ടുന്ന നല്ല അംഗീകാരങ്ങൾ, നിങ്ങളെ പുറത്തുനിന്ന് നല്ലൊരു ഇത് കിട്ടുന്നത്, നിങ്ങൾ തരുന്ന സാമ്പത്തികം, അതുകൊണ്ട് ഞാൻ വാങ്ങുന്ന എനിക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ, എനിക്ക് എന്താണ് ഈ അതിനുശേഷം ഞാൻ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന അംഗീകാരം, ഇതൊന്നും വാക്കുകളല്ല, ഇതെല്ലാം ചിത്രങ്ങളാണ് മനസ്സിന്റെ. പക്ഷെ ആ സമയത്ത് ജോബി സാറേ മനസ്സിലായോ? ഓക്കെ. ഇന്നിപ്പോ സാറ് ഈ ക്ലാസ്സിൽ വന്ന് ഇരിക്കണം എന്ന് തോന്നുന്നതിന്റെ പിന്നിൽ പോലും ആ ചിത്രം ഉണ്ടാവണം. ആ ചിത്രമാണ് നമുക്ക് ക്ലാസ്സിൽ കയറിയാലോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെ അനുഭവങ്ങൾ. അപ്പൊ ആ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് കയറിയപ്പോ എന്ത് എന്ത് ഇത് പറഞ്ഞ് ഒന്നും മനസ്സിലാവുന്നുമില്ല, അത് ആർക്കും ഉപയോഗമില്ലാത്തതാണ് എന്ന് പറയുന്ന ഒരു ഫീലിങ്സാ സത്യത്തിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ അനുഭവിച്ച റിസൾട്ട് ഇല്ലായിരിക്കുമ്പോൾ നമ്മളെ അമ്മക്കുണ്ടായ ഒരു ക്ഷീണവും ആ വികാരങ്ങളാണ് നമ്മൾ അവിടെ ഫീൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല 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 രസമുള്ള രീതിയിൽ ആ ക്ലാസ് പോയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്ക് പെട്ടെന്ന് എനിക്ക് ക്ലാസ്സിൽ കയറണം, അപ്പൊ അതേപോലത്തെ എന്തെങ്കിലും ടിസ്റ്റുകൾ കിട്ടും എന്ന് പറയുന്നതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ, അതായത് ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. ഇന്നിപ്പോ 9 മണിക്ക് മുമ്പ് തീരുമാനിക്കുന്ന ക്ലാസ്സിൽ വരണമെന്ന് തീരുമാനിക്കുന്ന കാര്യം അത് ഫ്യൂച്ചറിലുള്ളതാണ്. അനുഭവിച്ചില്ല. പക്ഷെ ഇന്നലെ കിട്ടിയ ആ ക്ലാസിന്റെ ആ ചിത്രവും എന്റെ ആക്ഷനും അതിനോടൊപ്പം ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഫീലിങ്സും നിങ്ങൾക്ക് കിട്ടിയ സന്തോഷവും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി നമ്മൾ മാനസികപരമായി തയ്യാറെടുക്കുന്നത്. മനസ്സിലായി സാറേ? ചെറിയ കണക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മളുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എന്താ പക്ഷേ
ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി, അതായത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തായിരിക്കും എന്നറിയാൻ അല്ല എന്തായിരിക്കും അവിടെ നിന്ന് കിട്ടുന്ന എന്നൊരു ഒരു ഇതുണ്ടല്ലേ. അത് പലതവണയും നമ്മൾ എന്ത് ചെയ്തു. ഇപ്പോ ചില ഗിഫ്റ്റുകൾ കിട്ടുക, നമ്മുടെ ലൈഫ് നിരന്തരം ജീവിതത്തിൽ കുറെ ഇതുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സ്, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ തലച്ചോറ് തയ്യാറാകില്ല. നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ പോണെങ്കിൽ പോലും അവിടെ നിന്ന് എന്തോ നമുക്ക് വലിയൊരു റിസൾട്ട് കിട്ടാനുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാവും. ആ പ്രതീക്ഷയും അതിനെ വേറൊരു വിഷയമുണ്ട്. ആ പ്രതീക്ഷ പലപ്പോഴും നമുക്ക് മുൻധാരണ പോലെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതായിപ്പോ മനസ്സിലായി. നമ്മളിപ്പോ അവിടെ ചെല്ലുമ്പോൾ പലരും വെച്ചാൽ ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അതായത് പണ്ട് അവിടെ ഇപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കണക്കല്ലല്ലേ, എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഹാളില് അല്ലേ. പണ്ട് നമ്മളവിടെ നമ്മളെ നാട്ടും പുറത്തൊക്കെ എന്ന് പറയുന്നത് ഈ തലയ്ക്കും ദിവസം വെളുക്കുന്നത് വരെ എന്ത് ചെയ്യും, പാചകങ്ങളും കാര്യങ്ങളും. ഞാനിപ്പോ ഇതൊരു ഉദാഹരണം വന്നുകൊണ്ട് പറയാം. മനസ്സിലായി. പാചകവും അവിടെ തേങ്ങ തിരുവക്കവും അവിടെ കംപ്ലീറ്റ് വെള്ളം കോരക്കവും. വെള്ളം കോരനൊക്കെ എത്ര ആയിരിക്കും, വളരെ ഒരുപാട് ദൂരമായിരിക്കും. അപ്പൊ എല്ലാവരും ഇങ്ങനെ വരി നിന്നാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം കോരക്കവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ആ പ്രദേശത്ത് ഒരു 2-3 കിലോമീറ്റർ 4 കിലോമീറ്ററിനൊക്കെ ചുറ്റളവിലുള്ള ഏത് കല്യാണ വീടുണ്ടെങ്കിലും നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമ്മൾ അന്ന് നൈറ്റ് പോകും. മനസ്സിലായില്ലേ. നമുക്ക് അന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷെ ചില കല്യാണ വീട്ടിൽ അത്ര അങ്ങോട്ട് വൈബ് കിട്ടൂല. മനസ്സിലായില്ലേ. ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് കൂട്ടുകാരുകൾ കാണും, ഒരുപാട് പെൺകുട്ടികൾ നമ്മളോട് വന്ന് സഹകരിക്കും, ഒരുപാട് പിന്നെ അരയ്ക്കണം. മനസ്സിലായില്ലേ. പിന്നെ രാവിലെ പായസത്തിന് വേണ്ടി വെളുപ്പം രാവിലെ തേങ്ങ വീണണം. അപ്പോഴൊക്കെ നമ്മൾ ഹീറോ ആണ്. മനസ്സിലായില്ലേ. അവരൊക്കെ കാണാനൊക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെ പല പ്രതീക്ഷകളിലായിരിക്കും നമ്മൾ പോവുക അടുത്ത കല്യാണത്തിന് പോകുമ്പോ. പക്ഷെ ഇപ്പുറത്ത് കിട്ടിയ ആ രസം എന്ത് ചെയ്യില്ല, ഇവിടെ കിട്ടത്തില്ല. എന്താ സാറേ അത് പറഞ്ഞേ, എന്ത് പറഞ്ഞേ? ഞാൻ വായിച്ചിട്ട് ശ്രദ്ധിച്ചില്ല. എന്തായിരുന്നു കഥ, പോറായോ? ആ ശരി 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 ശരി. അപ്പൊ ആ അത് ശരിയാ ശരിയാ. അതെ ഒരുപാട് പോകും. കാര്യകാരണ തത്വം പറയാം. കണ്ട നമ്മളെ പഴയ കുട്ടികൾ കണ്ട. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് അതിന്റെ പിന്നിൽ വരുന്നത് പ്രതീക്ഷയാണ്. മനസ്സിലല്ലേ. ആ പ്രതീക്ഷയാണ്, ആശകളാണ്. അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് ശ്രദ്ധിച്ച് നമ്മൾ രൂപാന്തര തോട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആശകളിൽ നിന്ന് നിരാശകളും ഉണ്ടാവും. മനസ്സിലല്ലേ. പല കേസിലും ഈ ഉത്കണ്ഠയും ഉണ്ടാകുന്നതിന്റെ പിന്നിലും അതാണ്. അതായത് നമ്മൾ നടക്കാൻ സാധ്യത ഉള്ളതിനേക്കാൾ കൂടുതൽ ചിന്തിക്കും ചില കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു സംഭവം വരും. അത്തരം തോട്ടുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരും. അത് പതിയെയാണ് എന്ത് ചെയ്യുന്ന നമുക്ക് ചേഞ്ച് ആവുന്ന. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടില്ലാത്ത, ജോബി സാറ് പറഞ്ഞതുപോലെ തന്നെ, എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാതെ ഒരു പ്രവർത്തനം ആരും ഒന്നും ചെയ്യില്ല. ആ റിസൾട്ട് അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അവന്റെ ഉള്ളിൽ കാണുന്നുണ്ട്. പക്ഷെ അത് അവന് ക്ലാരിറ്റിയോടുകൂടി കാണാൻ പറ്റുന്നതാണ് അവന് പരാജയത്തിന് സാധ്യത ഉണ്ടാവുന്നത്. ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണെങ്കിലും കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ, ഒരു മാങ്ങ എറിഞ്ഞിടാൻ, നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ, ഒരു മാങ്ങ എറിഞ്ഞിടാൻ ശ്രമിക്കുമ്പോഴും അത് നമ്മൾ കഴിഞ്ഞ കാല അനുഭവങ്ങളാണ് നമ്മളെ ഒരു മാങ്ങ എറിഞ്ഞിടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ നേരത്തെ കിട്ടിയ രീതിയിലുള്ള ആ മാങ്ങയ്ക്ക് അകത്തുള്ള ടേസ്റ്റ് ആയിരിക്കില്ല നേരത്തെ കഴിച്ചിട്ടുള്ള മാങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം. എന്നാലും അവൻ അവിടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നൊരു അതിന് കൂടുതൽ ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യവും മാക്സിമം കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അടുത്ത വരുന്നത് കാര്യകാരണ നിയമം തത്വം എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞതിന്റെ അങ്ങേ ക്ലാസ്സിലുള്ള ഏതിൽ പറഞ്ഞിട്ടുണ്ട്,
വിധിയും മനഃശക്തി എന്നുള്ളതിൽ പ്രധാനപ്പെട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിധിയും മനഃശക്തിക്ക് അകത്താണ് കാര്യകാരണ നിയമം ഇരിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളുടെയും ഏതോ മൈക്ക് മ്യൂട്ടാണേ. രതീഷ് സാർ, രതീഷ് സാർ, രതീഷ് സാറേ, മൊബൈൽ വെള്ളത്തിലെല്ലാം വീണമെന്തോ. രതീഷ് സാറേ, ആ ഞാൻ വെള്ളത്തിലെ കടലിലാട്ട മുങ്ങിപ്പോണാണ് തോന്നി. ഓക്കെ, നസീറ ടീച്ചറെ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. രതീഷ് സാർ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഒരു മിനിറ്റ്. ഞാനതിന് വേറൊരു, അപ്പൊ ഈ തത്വങ്ങൾ ഇത് 8ാം ക്ലാസ് 8ാം ബാച്ചുകാർക്കുള്ളതാണ് കേട്ടാ. അപ്പൊ അവർക്കത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? 8ാം ബാച്ചുകാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ് എത്തി നിൽക്കുന്ന സ്ഥലങ്ങളാണല്ലോ. ആ, ശരി ശരി ശരി. അതാണ് ഇപ്പൊ നിങ്ങളെ ഇത് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ബാക്കിയുള്ളവർ ആ ഭാഗത്തെത്തുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഞാനത് ഇന്ന് ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് എടുത്ത് വെച്ച ഒരു ഇതിട്ട് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മുടെ ഊർജ്ജത്വം നമുക്ക് ഒന്നും കൂടി അതിനൊന്ന് പറഞ്ഞു വരാം. ഞാനിത് പറയാൻ വന്ന നേരത്തെ വാഹനത്തിന്റെ കാര്യം പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ മനസ്സെന്ന് പറയുന്ന വാഹനം ചോദ്യങ്ങളൊക്കെ മാക്സിമം ഗ്രൂപ്പിൽ ചോദിക്കുക കേട്ടാ. അതായത് നമ്മളുടെ മനസ്സ്, നമ്മള് നേരത്തെ പറഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ബോധ മനസ്സ് ഉപബോധ മനസ്സും തമ്മില്, അതായത് വാഹനം ഓടിക്കുന്ന ഡ്രൈവറും നിർദ്ദേശം കൊടുക്കുന്ന അല്ലെങ്കിൽ ആവശ്യക്കാരനായിട്ടുള്ള ആളും കൂടി ഒന്നായി തീരുന്ന മാനസികാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഒന്നായി തീരുന്ന ഇതാണ് ഉണ്ട്. അതായത് ബോധ മനസ്സും ഉപബോധ മനസ്സും ഒന്നായി തീരണം. പെട്ടെന്ന് തന്നെ ബോധ മനസ്സ് പറയുന്നത് ഉപബോധ മനസ്സിനും റീഡ് ചെയ്യാൻ പറ്റണം, ഉപബോധ മനസ്സ് പറയുന്നത് ബോധ മനസ്സിനും റീഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മളിവിടെ ഒരു വാഹനം ഓടിക്കുമ്പോ, ഇനി ക്വസ്റ്റ്യൻ ഇല്ലേ, ഞാൻ ഇത് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടാ. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വാഹനം ഓടിച്ച് പഠിക്കാൻ നമുക്ക് അതിന്റെ എൻജിൻ പണിയും അതിന്റെ വളരെ വലിയ അതിനകത്തുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് പഠിക്കണമെന്നില്ല. അതൊക്കെ പിന്നീട് നമ്മൾ നിരന്തരം ഓടിച്ചാണ് അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് വേണ്ട എന്താണ്? ഈ ഗിയർ, ഇതിന്റെ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ഒരു ഫസ്റ്റ് ഇട്ടിട്ട് അത് എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്, ഫസ്റ്റ് ഇട്ട ഉടനെ റേസ് ചെയ്യണോ, ഫസ്റ്റ് ഇട്ട് നീങ്ങിയ ഉടനെ സെക്കൻഡ് ആണോ മാറേണ്ടത്, തേർഡ് മാറണോ, അത് കഴിഞ്ഞ് ഏതൊക്കെയാണ് ഗിയർ മാറുന്നത്, ഓരോ ഗിയർ മാറുമ്പോൾ വണ്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് സത്യത്തിൽ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ ആവശ്യം. ആണോ അല്ലേ? ഇത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇതിന്റെ അകത്തുള്ള ചില ആൾക്കാർക്ക് ഇതിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഫസ്റ്റ് ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല. ചിലര് സെക്കൻഡിലായിരിക്കും എടുക്കുക. അതാണ് ചിലർ എന്ത് ചെയ്യുന്ന, ഒരു കാര്യം തുടങ്ങിയ ഉടനെ റൈസായി സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഓരോരുത്തരുടെ, ചില ആൾക്കാർക്ക് സ്പീഡിന് കിട്ടിയതില് വളരെ ചറവറ ഗിയർ മാറി അതിൽ ഓരോ ഗിയറിന്റെയും വേഗതയോ സ്പീഡോ അല്ലെങ്കിൽ അതിന്റെ ആ വലുവോ ഒന്നും അല്ല മനസ്സിലാക്കുക, വളരെ പെട്ടെന്ന് ഗിയർ മാറും. ഇടപെടലും നമ്മുടെ മനോഭാവവും എല്ലാം അതിലുണ്ട് കേട്ടോ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ. ചില ആൾക്കാര് എന്താണ്,
സ്റ്റാർട്ട് ചെയ്താൽ ന്യൂട്രൽ ഇട്ടിട്ട് വെറുതെ ഇരപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പല രീതികളിലാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്ന മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കലാണ് നമ്മളെ മനസ്സിന്റെ 7 തലങ്ങളെ കുറിച്ച് പഠിക്കുന്നെങ്കിൽ കോസ്മിക് തത്വങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത്, നമ്മൾ എത്ര തന്നെ നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ പഠിച്ചാലും അത് നമ്മുടെ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അത് പൊതു റോഡിൽ നിരത്തിൽ ഇറക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ ഇട്ട് ഓട്ടിക്കാനേ പറ്റൂ. എനിക്ക് നല്ലപോലെ ഓട്ടിക്കാനൊക്കെ അറിയാം, പക്ഷെ ഗ്രൗണ്ടിലെ ഓട്ടിക്കാൻ പറ്റൂ. അവന് റോഡിൽ ഇറങ്ങി റോഡ് നിയമവും അതിന്റെ നിയമങ്ങളെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ അവൻ റോഡിലേക്ക് ഇറങ്ങി അവന്റെ ലക്ഷ്യ സ്ഥലത്തേക്ക് അവന് ഈ വാഹനം കൊണ്ടുപോകാൻ പറ്റൂ. കണക്റ്റായോ? അതാണ് ഈ കോസ്മിക് തത്വങ്ങൾ. ഇത്ര മാത്രം ചിന്തിച്ചാൽ, ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. നമ്മളെ നോട്ടും അങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മളുടെ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള റോഡ് നിയമങ്ങളും റോഡ് റൂട്ടുകളും അറിഞ്ഞിരിക്കണം. അത് എവിടെ എവിടെ ഏത് സ്പീഡിലാണ് പോകേണ്ടത്, അങ്ങനെയുള്ള നിയമങ്ങളാണ്, തത്വങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ടേ? എവിടെയാണ് എത്തിച്ചേരേണ്ടത്, എവിടെയാണ് എത്തിച്ചേരേണ്ടത്, അത് ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആണ് ഈ റോഡ് നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ വണ്ടി നമുക്ക് അതുവരെ കൊണ്ട് എത്തിക്കാനുള്ളതാണ് നമ്മുടെ മനസ്സിന്റെ തലങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള, നമ്മളില് എത്ര പേരിലാണ് മനസ്സിനെ അറിയാവുന്നത്, നമ്മളെ വാഹനത്തിനെ ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്നത്, ഓട്ടിക്കാൻ അറിയാവുന്നത് എത്ര പേർ? ഇനി നമ്മളെ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്താനുള്ള റോഡ് നിയമങ്ങളെല്ലാം അറിയുന്നത് എത്ര പേർ? ആ ലക്ഷ്യം എവിടാ? നിരത്തിലിറക്കിയ റോഡ് നിയമം അറിയാം, പക്ഷെ ലക്ഷ്യമില്ലെങ്കിലോ? കോസ്മിക് തത്വങ്ങളെ കുറിച്ച് ധാരണ ഉണ്ട്, ലക്ഷ്യമില്ലെങ്കിലോ നമ്മൾ എവിടെ എത്തുക? ലക്ഷ്യമുണ്ട് എവിടെ എത്തണമെന്ന്, റോഡ് നിയമം അറിഞ്ഞില്ലെങ്കിലോ? ലക്ഷ്യമുണ്ട്, നമ്മൾ എവിടെയാണ് എത്തേണ്ടതെന്നുള്ള ലക്ഷ്യം നമുക്കുണ്ട്. റോഡ് നിയമം അറിയില്ലെങ്കിലോ? ലക്ഷ്യമുണ്ട്, റോഡ് നിയമം ഉണ്ട്, പക്ഷെ വാഹനം ഓടിക്കാറില്ലെങ്കിലോ? കണക്ട് ആവുന്നുണ്ടോ? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മള് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ പഴയ കഥ നേരത്തെ പറഞ്ഞിട്ടുള്ള തന്നെ, എറിയാൻ അറിയാവുന്നവന് കൊണി കൊടുക്കില്ല അല്ലേ? വടി. എറിയാൻ അറിയാവുന്നവന് വടി കൊടുക്കില്ല. ഇനി വടി കയ്യിലുള്ളവൻ എന്ത് അറിഞ്ഞൂടാ? അതിനെ സപ്പോർട്ട് ചെയ്യുമോ പുറത്തുള്ളവരൊക്കെ, ഇപ്പൊ വന്ന ടീമാരൊക്കെ? പുറത്തുള്ള വടി കയ്യിലുള്ളവന് എറിയാൻ അറിയില്ല. എറിയാൻ അറിയാവുന്നവന് എന്തില്ല? വടിയില്ല. ഇനി വടിയും എറിയാനും അറിയാവുന്നവന് ഇത് എന്തിലിട്ട് എറിയണമെന്ന് അറിഞ്ഞല്ലോ. മാമ്പഴം എവിടെയാണ് നിൽക്കുന്നത് അറിഞ്ഞൂടെ? മാവറിയില്ല. മനസ്സിലായില്ലേ? ഈ സിസ്റ്റം നിലവിൽ നിൽക്കുന്ന ഇവിടെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ, എറിയാൻ അറിയാവുന്നവന് വടി കൊടുക്കൂല എന്ന് പറയുമ്പോൾ, എറിയാൻ അറിയാമെങ്കിൽ പിന്നെ അവന് പോയൊരു വടി എടുത്തുകൂടെ, കണ്ടെത്തിക്കൂടെ? ഇനി ആരും കൊണ്ടൊന്ന് കൊടുക്കണോ? എറിയാൻ അറിയാവുന്ന വടി കയ്യിലുള്ളവനെ എന്തില്ല? എറിയാൻ അറിയണം. അവൻ ഈ കാലാകാലം ഈ എറിയാനുള്ള ഈ വടിയും കൊണ്ട് വന്ന് നടക്കണം. വല്ലപ്പോഴത്തെ എറിഞ്ഞ് പഠിച്ചൂടെ അവന്? ആണല്ലേ? പിന്നല്ലാതെ അന്ന് എന്നിട്ട് പറയാണ് അത്. അപ്പൊ അവിടെയും നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ബൂസ്റ്റ് ചെയ്യാനല്ല ശ്രമിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറയുന്ന, എറിയാൻ അറിയാവുന്നവന് വടി കൊടുക്കൂല. അവൻ എറിയാൻ അവൻ നല്ല രീതിയിൽ പഠിച്ചു, എന്നാലും അവൻ എവിടെന്നെങ്കിലും ഒരു വടി കണ്ടെത്തൂല. വടി പോയി എടുക്കില്ല, ഒപ്പിക്കില്ല. ഇതേപോലെ തന്നെ തിരിച്ച് വടി കയ്യിലുള്ളവന് എറിയാൻ അറിയില്ല. ഈ വടിയും കൊണ്ടാവാൻ എത്ര ആളും നടക്കണം? എന്തുകൊണ്ടെന്ന് അത് എറിയാൻ നമുക്ക് ശ്രമിച്ചൂടാ?
ഈ നമ്മളെ ഇത് പറയുന്ന വേറെ ആരെയല്ല, ഞാൻ എന്നെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ നെഞ്ചിലോട്ട് കൈവച്ചിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഓക്കെ, എറിയാനും അറിയാം, വടിയും കയ്യിലുണ്ട്, ലക്ഷ്യമില്ല. എന്താ എന്താ ടീച്ചറെ? എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ അതിനെ കുറിച്ചൊന്ന് നമ്മളുടെ ഇപ്പോ ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനില്ല. നിങ്ങൾ തന്നെയാണ് ഇത് ക്ലിയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിത അനുഭവത്തിൽ നിങ്ങളുടെ ലക്ഷ്യം എങ്ങോട്ടാണ്, അതിന് വേണ്ടുന്ന എന്ത് ചെയ്യാ, ആ ലക്ഷ്യത്തിലേക്ക് എറിയാൻ പറ്റിയ വടികൾ തന്നെ കണ്ടെത്തുക. ആ വടികൾ വെച്ച് എറിഞ്ഞ് 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 പഠിക്കുക. മനസ്സിലായോ? ഇതാണ് ഈ മെത്തേഡ്. അപ്പൊ ഇവിടെ റോഡ് നിയമങ്ങളാണ് കോസ്മിക് തത്വങ്ങൾ. ഓക്കെ, മനസ്സിലായോ? റോഡ് നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അവിടേക്ക് എത്തേണ്ട വഴിയാണ് ഈ കോസ്മിക് തത്വങ്ങൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്ലാനിലാണ്. അതുകൊണ്ട് നമ്മളൊരു പ്രത്യേക ഒരു പ്ലാൻ പറഞ്ഞ് എന്ത് ചെയ്യാണ്, നിങ്ങൾ അതിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ പറയുന്നെങ്കിൽ നമ്മളെ ഇല്ലാതാക്കി അതിലേക്ക് പോക്കേ നടക്കും. നമ്മളെ ചിറകിനെ എന്ത് ചെയ്യുക, ശക്തി കൂട്ടുക എന്നുള്ളതാണ്. ചിറക് മാറ്റി വയ്ക്കാൻ ആരും നോക്കാതിരിക്കുക. മനസ്സിലായില്ലേ? നമ്മളെ ചിറകിന് മറ്റൊരാൾ എന്ന് പറയും, ഇത് നോക്ക്, നിന്റെ ഇരിക്കുന്ന ഇത് ചെറിയ ചിറകല്ലേ, ഈ ചിറകെടുത്ത് വെയ്യെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഒന്ന് പറയും. ആ ചിറകൊക്കെ എടുത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ആയിരിക്കും. നമ്മളെ കൊണ്ട് പറക്കത്തൊന്നുമില്ല. കാണാൻ സൗന്ദര്യമുള്ളതെന്ന് പറഞ്ഞ് എടുത്തു വെച്ചാലേ പിന്നെ എന്നും അയാളടുത്ത് പറയും, ഞാൻ എങ്ങോട്ട് പോട്ടെ, ഞാൻ എങ്ങനെ പോട്ടെ, ഞാൻ എങ്ങനെ പറക്കട്ടെന്ന് ചോദിക്കും. അത് വേണോ, ഉള്ള ചിറകിനെ ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് ഒന്ന് പറക്കാൻ പഠിക്കണോ. കാരണം അത് നമ്മളുടെ അനുഭവവുമായും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കേട്ടില്ല. താങ്ക് യു. ഓക്കെ, ഇനി ഒരു 15 മിനിറ്റും കൂടെ ഞാൻ ഇതിനെ കുറിച്ച് ചെറിയൊരു വിവരണം പറഞ്ഞുകൊണ്ട് പോകാം. അപ്പൊ കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുക, നമ്മളെ റോഡ് നിയമങ്ങളായിട്ട് കാണുക. ഒരു ഡ്രൈവിങ്ങിനെ അല്ലെങ്കിൽ മനസ്സിന്റെ തലത്തെ നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നും പഠിക്കുക. ഇന്ന് ഊർജതത്വവുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. അതായത് ഞാനിപ്പോ ക്ലാസ്സിന് വേണ്ടി ഇന്നത്തെ വേണ്ടി ഞാൻ പെട്ടെന്ന് എടുത്ത കാര്യങ്ങളാണിത്. അതായത് ഇതൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാം, നമ്മളുടെ ഒരു കഴിവ് ഒരു സ്ഥലത്ത് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്വപ്നം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കാം, എങ്ങനെയോ എടുക്കാം. മനസ്സിലല്ലേ? അപ്പോൾ അതായത് ഇവിടെ ഈ ഊർജ തത്വം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഇതിലിപ്പോ നമ്മളുടെ അടുത്ത് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തെന്ന് പറയുന്നത് നമ്മളുടെ ഏത് കാര്യമാണ് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോസ്മിക് തത്വങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഒരു സംരംഭകന്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് അവന്റെ മാനസികവും ശാരീരികവുമായ ഊർജമാണ്. മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും വലിയ മൂലധനം എന്താണ്, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു തീരുമാനത്തിലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ്. മൂലധനങ്ങളുടെ ലിസ്റ്റിൽ ഊർജം വരാറില്ല. ഉണ്ടോ ഇല്ലേ? ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മൂലധനത്തിന്റെ ഭാഗമാണ്. ഏറ്റവും വലിയ മൂലധനം എന്താ? നമ്മളുടെ ശാരീരികവും മാനസികവുമായ ഊർജമാണ്. ആ ഊർജം ഉണ്ടെങ്കിലേ ബാക്കി എന്തുള്ളൂ വർക്കൗട്ട് ആവും. അതുണ്ടെങ്കിലേ ശരിക്ക് നമുക്ക് ബാക്കിയുള്ള മൂലധനത്തിന് വേണ്ടിയുള്ള പണം പോലും നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഊർജം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. മനസ്സിലല്ലേ? അതായത് എത്രമാത്രം ആ ഊർജം നമ്മളിലേക്ക് സ്വാധീനിച്ച് നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമോ
അത്രമാത്രം സോഫ്റ്റ്നെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള വികാരങ്ങളായിരിക്കും നമ്മളിൽ നിന്ന് പുറപ്പെടുക. സബ് കോൺഷ്യസ് മൈൻഡ് സപ്പോർട്ട് ചെയ്യുക. കണക്ട് ആയോ? ഇത് നിങ്ങളെ കാണത്തില്ല കേട്ടോ വലുതായിട്ട്. സ്ക്രീൻ ഷെയർ ചെയ്തേക്കണ കാണാനല്ലേ? ഓക്കെ. അല്ല, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള, അതായത് നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നെഗറ്റീവിലോട്ടൊന്നും പോവേണ്ട കാര്യമേ ഇല്ല. നെഗറ്റീവ് വരുമോ എന്നുള്ള പേടിയുള്ള നമ്മൾ പലപ്പോഴും നെഗറ്റീവിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പോകുന്നു. നമുക്ക് നെഗറ്റീവ് എന്ന് പറയുന്നതും പോസിറ്റീവ് എന്ന് പറയുന്നതും നമുക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്ത് മാറ്റാനുള്ള പവർ നമ്മളിലുണ്ട്. അപ്പൊ ഊർജം എപ്പോഴും എന്ത് ചെയ്യാം, നമുക്ക് എപ്പോഴും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഊർജ പ്രവാഹമായിരിക്കണം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇവിടെ വേറെ ഒന്നുമില്ല. ഒരു സ്ഥാപനത്തിന്റെ ഊർജമാണ്, ഒരു ലീഡറുടെ ഊർജമാണ് ആ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഉൽപാദനക്ഷമത നിർണയിക്കുന്നത്. മനസ്സിലായോ? നമ്മളുടെ ഊർജമാണ് നമ്മളുടെ സ്ഥാപനത്തിന്റെ ഉൽപാദനക്ഷമത എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കഴിവ് കൂട്ടുന്നത്. നമ്മൾ എത്രമാത്രം ഉത്സാഹത്തോടും സന്തോഷത്തോടു കൂടിയും അവിടെ പെരുമാറുന്നോ അതനുസരിച്ച് അവിടുത്തെ എല്ലാ തരത്തിലുള്ള ഉൽപാദനവും ഡീലിങ്ങും എല്ലാം തന്നെ സക്സസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഞാൻ ഇതിനകത്ത് ഉൽപാദനം ബിസിനസ് എന്നൊന്നും ഈ വാക്കുകൾ ഉപയോഗിക്കുന്നെങ്കിലും എല്ലാം ബിസിനസ്സാണ്. സാമ്പത്തിക ബിസിനസ്സോ സാമ്പത്തികേതര ബിസിനസ്സോ ആണ്. അത് മനസ്സിലാക്കിയിരിക്കുക. അത് ഒരു ബിസിനസ് സ്ഥാപനം മാത്രം നടത്തുന്നവരുടെ മാനസികാവസ്ഥയ്ക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ് അല്ല. നമ്മളെ കഴിവ് വികസിപ്പിക്കുന്നതിനായാലും നമ്മൾ എന്ത് പ്ലാനിനും ഇത് നിർണായകമായ കാര്യമാണ്. ഞാൻ ഇത് ഇവിടെ ആഡ് ചെയ്തു. പക്ഷെ അടുത്തത് നമ്മൾ ഓരോന്നിനും അതനുസരിച്ച് വ്യത്യാസമായ രീതിയിൽ അതിനെ ചിന്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത കാന്തിക തത്വം. ഊർജം പറഞ്ഞതുപോലെ തന്നെ കാന്തിക തത്വം മനസ്സിലായില്ലേ? അതായത് അറിയാം, എങ്ങോട്ടാണോ ഊർജം പ്രവഹിക്കുന്നത് അതിലേക്ക് എന്ത് ചെയ്യും, കാന്തികത വർദ്ധിക്കും. അവ വ്യക്തിഗത വികസനത്തിന് വേണ്ടി നമ്മളെ മനക്കരുത്തുണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ തന്നെ എത്രമാത്രം നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ ഊർജം പ്രവഹിക്കുമോ അത്രമാത്രം അതിലേക്ക് കാന്തികത എന്ത് ചെയ്യും, ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അത്തരം ചിന്തകളെ ആശയങ്ങളെയും നമ്മളെയും തമ്മിൽ ആകർഷിക്കും. ഇതാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മനസ്സിലായി? എത്രമാത്രം നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ ലക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കുമോ അത്രമാത്രം കാന്തികത ഉണ്ടാവും. അത് നമ്മളിലേക്ക് എന്ത് ചെയ്യും, ആകർഷിക്കപ്പെടുകയും ചെയ്യും. ഊർജം എത്രമാത്രം പ്രവഹിക്കുമോ അത്രമാത്രം ആകർഷണവും ഉണ്ടാവും. അതായത് കാന്തികതയും ഉണ്ടാകും. ഞാനത് ഓടിച്ച് പറഞ്ഞു പോവുകയാണ് കേട്ടോ. മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. രൂപാന്തര തത്വം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ് രൂപാന്തര തത്വം? നമ്മൾ ഏതൊരു കാര്യത്തിലും, അതായത് മാറ്റമില്ലാത്തതായി ഒന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഇത് വിപണിയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം മാറാൻ തയ്യാറാകണം. പഴയ ചിന്താഗതികൾ മാറ്റി പുതിയ കാലത്തിന്റെ കഴിവുകൾ, സ്കില്ലുകൾ ആർജിച്ചെടുക്കുക. രൂപാന്തര മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്ന, പഴയ കാലത്തെ സ്കില്ലുകൾ എന്ത് ചെയ്യുക. പഴയ കാലത്തെ നമ്മളുടെ കഴിവിൽ തന്നെ നിൽക്കാതെ ആ കഴിവിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ശരിക്കു പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്നതിന്റെ, നമ്മളുടെ ലാഭത്തിന്റെ 20% നമ്മുടെ സ്കില്ലിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ എന്ത് പറ്റിയത്, മയക്കം മ്യൂട്ട് ചെയ്യണേ. ചൂരലിപ്പ എടുക്കും, നോക്കിയോ ഏട്ടാ. കട്ടായി പോയാ പോയി.
ഇനി അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ആരെങ്കിലും പുതിയ ഈ ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ മൈക്കൊക്കെ അബദ്ധത്തിൽ മ്യൂട്ട് ചെയ്യുന്ന കറണ്ട് അടുപ്പിക്കുന്ന എന്തെങ്കിലും പരിപാടി ചെയ്യണം കേട്ടാ. കണ്ടെത്തണമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഈ മീറ്റിങ്ങിന്റെ ഇടയിലെ മൈക്കെല്ലാം മ്യൂട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ കറണ്ട് അടിക്കണം. ആണല്ലേ? ഓക്കെ കേട്ടാ. അത് തന്നെ. ആ പൈസ അറിഞ്ഞുകൊണ്ട് ഇനി വരുമ്പോഴത്തേക്ക് അത് അത് പിന്നെ അറിയുമെല്ലാം കേട്ടാ. ഓക്കെ. അപ്പൊ എന്നെ രക്ഷപ്പെടുത്താനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് എല്ലാവരുടെ കൂടി. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കാര്യമായിട്ട് അല്ലേ? ഓക്കെ. അപ്പൊ രൂപാന്തര തത്വം അത് മനസ്സിലാക്കിയേക്കണം. ഞാൻ പറയാമെന്ന് പറഞ്ഞത് 20% നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ലാഭത്തിന്റെ 20% നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആക്കാനായിട്ട് കൊടുക്കണം. അതിനുവേണ്ടി ചെലവാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് പുതിയ കാര്യങ്ങളെ, നമ്മുടെ പഴയ കഴിവിനെയും പഴയ അറിവിനെയും പുതിയ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആശയ രൂപീകരണം നടത്താൻ പറ്റും. പുതിയ രീതിയിലേക്ക് അതിനെ കണക്ട് ചെയ്തുകൊണ്ടുവരാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അപ്പൊ കാരണം നമ്മളുടെ ആയുധങ്ങൾ നമ്മൾ എന്തിനാ, നമ്മുടെ തലച്ചോറ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന, നമ്മളുടെ എല്ലാത്തിലേക്കും ചെയ്യിക്കുന്ന ഏറ്റവും വലിയ ടൂളും കൂടെയാണ്. നമ്മൾ പുതിയ ചെയർ വാങ്ങും, പുതിയ കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ തലച്ചോറിന് പുതിയ തോട്ടും കൂടെ കൊടുക്കല് ആണ്. നമ്മളുടെ ആയുധങ്ങളെ എന്താണ്, മൂർച്ച കൂട്ടലാണ് നമ്മൾ കൂടുതൽ സ്കില്ല് പഠിക്കുന്നത്. അപ്പൊ രൂപാന്തര തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, തീർച്ചയായും നമ്മളിലേക്ക് കാലം മാറി വരുന്ന മാറ്റത്തെ കുറിച്ച് തിരിച്ചറിയാൻ പറ്റണം. ഇന്നലെ ഞാൻ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തായിരുന്നു, ദീർഘ വീക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇത്തരം ഈ കാര്യങ്ങളെ ഇത് എല്ലാ വ്യാഖ്യാനം കേട്ടത് കൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. വെറുതെ അങ്ങ് പറഞ്ഞേക്കണം. അതിനൊരു ആശയരൂപീകരണം നടത്തണം. നിങ്ങൾക്ക് തോന്നുന്ന പോലെ പറഞ്ഞു. തുടക്കം പറയുന്നില്ലേ, പക്ഷെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ തലച്ചോറിൽ ഇത് തിരിയും. മനസ്സിലായില്ലേ? ശ്രദ്ധാതത്വം. ശ്രദ്ധ എവിടെയാണോ അവിടേക്കാണ് ഊർജം പ്രവഹിക്കുന്നത്. എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എന്തിലാണോ ചെയ്യുന്നത്, എന്ത് വർക്കാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് തീരുമാനമാണോ അതിലേക്ക് എന്ത് ചെയ്യുക, ശ്രദ്ധ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങളുടെ പ്രധാന കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കും. ഓക്കെ. ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കരുത്. അതായത് നമ്മള് ഒരു ലെൻസ് ഉപയോഗിച്ച് ഒരു പേപ്പർ കത്തിക്കുന്നത് പോലെ, ആ ലെൻസിന്റെ 4 ചുറ്റും വീഴുന്ന സൂര്യപ്രകാശത്തിന്റെ ചൂടിനെ ഒരു കേന്ദ്ര ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുവന്ന് ഒരു പേപ്പറിനെയോ മറ്റൊരു പുല്ലിനെയോ കത്തിച്ച് കളയുന്നത് പോലെ നമുക്ക് ശ്രദ്ധാതത്വവും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി ശ്രദ്ധ കൊടുക്കുന്ന സ്ഥലത്തേക്കായിരിക്കും. മനസ്സിലല്ലേ? പിന്നെ നമ്മളെപ്പോഴും ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തടസ്സങ്ങളിലേക്ക് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്. തടസ്സങ്ങളായിരിക്കും വരിക. അതിന്റെ സാധ്യതകളെ കുറിച്ചായിരിക്കണം ശ്രദ്ധിക്കാൻ. മനസ്സിലായോ? തടസ്സങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അങ്ങോട്ടായിരിക്കും ഊർജം പോവുക. അതേസമയം നമ്മളുടെ സാധ്യതകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിന്റെ പരിഹാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ അവിടെ അങ്ങോട്ടായിരിക്കും ഊർജം പ്രവഹിക്കുക. എങ്ങോട്ട് ഊർജം പ്രവഹിച്ചാലും കാന്തികത ഉണ്ടാവുകയെ, എങ്ങോട്ട് കാന്തികത ഉണ്ടായാലും ആകർഷണം ഉണ്ടാവുകയെ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എങ്ങോട്ട് ആകർഷണം ഉണ്ടായാലും രൂപാന്തരം വരുമേ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം കണക്ഷനാണ്. ഒന്നിനെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇതെന്ത് ചെയ്യാം, അതുകൊണ്ട് തന്നെ പറയണത് എന്താണ്, വിജയിയുടെ സ്വഭാവം എന്ന് പറയുന്നത്, ഒരു വിജയിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, ഏത് സാഹചര്യത്തിലും അവസരങ്ങൾ കണ്ടെത്തുന്നവനായിരിക്കും വിജയിക്കാൻ സാധ്യത ഉള്ള മൈൻഡ് സെറ്റ് ഉള്ള ആള്. ഏത് സാഹചര്യത്തിലും. നമ്മള് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ട്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയും. പക്ഷെ ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആള് പരാജയത്തെ ആകർഷിക്കുന്ന, പരാജയത്തിലേക്ക് ശ്രദ്ധിക്കുന്ന
ശ്രദ്ധാതത്വമുള്ള മൈൻഡ് സെറ്റുള്ള ആളാണ്. അവിടെ കാരണം നമ്മളങ്ങ് കാണുകയാണ് പലതും. ആ സാഹചര്യത്തില് അവസരങ്ങൾ, സാധ്യതകൾ കണ്ടെത്തുന്നവരായിരിക്കണം. പക്ഷെ ഒരു വിജയിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലും അവസരങ്ങൾ കണ്ടെത്തും. ഒരു പരാജയ മനോഭാവമുള്ള ഒരാളിനെ ഏത് അവസരം കിട്ടിയാലും രക്ഷപ്പെടാനും മുന്നോട്ട് ചലിക്കാനും ഏത് അവസരം കിട്ടിയാലും അവിടെ ഏതെങ്കിലും ഒരു സാഹചര്യം കണ്ടെത്തും അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ. മനസ്സിലായോ? അത് ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ടൊരു കാരണവശാലും അത്തരം കാര്യങ്ങളെ എങ്ങനെ നമ്മൾ നോക്കിക്കാണണം. നമ്മളെ മനോഭാവം ഇതിൽ ഏതാണെന്ന് നോക്കുക. കണക്ട് ആയോ ഞാൻ പറയുന്നത്? നമ്മളെ മനോഭാവം ഏതിലേക്കാണെന്ന് നമ്മളെ മനോഭാവത്തെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതിഫലന തത്വം ഏതും നമ്മൾ ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മളുടെ പുറം ലോകം എന്നത് നമ്മളുടെ ഉൾലോകത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. നമ്മളുടെ പുറമേ പ്രതിഫലിക്കുന്നതെല്ലാം നമ്മളുടെ അകം ലോകത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. ഉള്ളിൽ ഭയവും സംശയവും മറ്റൊരാൾക്ക് പുറത്ത് മികച്ചൊരു ലീഡറാകാൻ കഴിയില്ല. അതായത് നമ്മളുടെ ഉള്ളില് ഭയവും സംശയങ്ങളും നിറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എടുത്ത് കളഞ്ഞേരെ പെർഫെക്ഷൻ നോക്കിയിരിക്കുന്ന ആളിനാണ് ഈ ഭയവും ഈ സംശയമൊക്കെ ഉള്ള ആള്. ഒരു കാര്യം തുടങ്ങുന്നതിന് പൂർണ്ണമായ പെർഫെക്ഷൻ നോക്കി നിൽക്കുക. ഞാൻ കഴിഞ്ഞേരെ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കി നിൽക്കരുത്. നടക്കാൻ തയ്യാറായാലേ ഒരു വീഴാൻ തയ്യാറായാലേ ഒരു മനുഷ്യൻ നടക്കാൻ പഠിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടി നടക്കാൻ പഠിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഭയവും സംശയവും ഒക്കെ അനാവശ്യമില്ലാതെ വലിച്ചു കയറ്റി വെക്കാതെ ആത്മവിശ്വാസവും നേതൃഗുണവും ഒക്കെ എന്ത് ചെയ്യുക? എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ ആത്മവിശ്വാസം ഉണ്ടാക്കി എടുക്കണം. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭയത്തെ പതിയെ എന്ത് ചെയ്യുക? വെറുതെ നമ്മൾ വീഴാൻ തയ്യാറായിക്കോ. പിന്നെന്തിനാ പേടിക്കുന്നത്? വീഴും എന്നുള്ള കാര്യം വീഴാൻ തയ്യാറാക്കിക്കോ. പ്രതിഫലന തത്വം വളരെ നമുക്ക് അതിനെ ഒത്തിരി കാര്യങ്ങൾ അതിനെ പഠിക്കാനുണ്ട്. അത് ഓരോരുത്തരും അവരെ ചിന്ത അനുസരിച്ച് പഠിച്ചു പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനെ 10 മാസമൊക്കെ ആവും നമ്മുടെ കോഴ്സ് തീർക്കാൻ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആ നോട്ടിലൊക്കെ കിട്ടുന്നത് വായിച്ചു നോക്കുക. നമ്മളുടെ അതിൽ പറഞ്ഞേക്കുന്നത് നമ്മളുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും ജീവനക്കാരുടെ പെരുമാറ്റവും എല്ലാം നമ്മളുടെ മാനേജ്മെന്റ് ശൈലിയുടെ പ്രതിഫലനമായിരിക്കും. ബിസിനസ്സിൽ മാറ്റം വരണമെങ്കിൽ ആദ്യം ചിന്താഗതിയിൽ മാറ്റം വരുത്തണം. അല്ലെങ്കിൽ നമ്മുടെ ഏത് കാര്യത്തിൽ നമ്മുടെ ചിന്താഗതി വരണം. ചിന്ത വളരെ ആഴത്തിലുള്ള പ്രതിഫലനം നടത്തും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, കാര്യകാരണ തത്വം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെ. അതായത് കാരണമില്ലാതെ ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കഠിന അധ്വാനവും പരിശീലനവും നാളെ നിങ്ങളുടെ കഴിവുകളുടെ വികസനമായി മാറുന്നതാണ്. അതായത് ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്താലേ നാളെ തുടങ്ങാം, നാളെ തൊട്ടങ്ങ് പെർഫെക്റ്റ് ആക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് ചെയ്യാതെ പോലും ഇരിക്കരുത്. ഇന്ന് എന്ത് ചെയ്യുക? അതൊന്ന് വെറുതെ ചെയ്തില്ല. അപ്പൊ നാളെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. മനസ്സിലായില്ലേ? ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കൃത്യമായ പ്ലാനുകൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അതെ, കൃത്യമായ പ്ലാനുകൾ എന്ത് ചെയ്യുക? കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും നമുക്ക് ആ പ്ലാനിനനുസരിച്ച് പോകാൻ പറ്റും. എവിടെയാണോ വീഴുന്നത് അവിടെ എന്ത് ചെയ്യുക? അപ്പോൾ രൂപാന്തര മാറ്റം വരുത്തി കൊടുക്കാം, ശ്രദ്ധാതത്വം മാറ്റി കൊടുക്കാം. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്ന ഓരോ തത്വങ്ങളും അവിടെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കട്ടെ ഇനി അടുത്ത നീതിതത്വം. നമ്മൾ എന്ത് ചെയ്യാ? അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്നതിൽ കൃത്യമായിട്ട് ഒരു നീതിയും കൂടി ഉണ്ടെന്നറിയുമ്പോൾ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സിൽ നോളജ് ഉണ്ട്,
നിങ്ങളുടെ ലൈഫിൽ അത് ഉപയോഗം ചെയ്യും. പക്ഷെ അതിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ നീതിതത്വം വേറെയാണ്, അത് നോക്കിക്കൊള്ളണം. പക്ഷെ അതിവിടെ വർക്കൗട്ട് ആവും. അതുകൊണ്ട് പറയണം, ഞാൻ ചെയ്യുന്ന ഈ പ്രോസസ്സിൽ ഒരു നീതിയും കൂടി ഉണ്ടാകും എന്ന് അറിയുമ്പോഴാണ് നമ്മളെ ആശ്രയിക്കുന്നവർ, മീൻസ് നമ്മളുടെ കസ്റ്റമർ, അല്ലെങ്കിൽ നമ്മളെ 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 ഏതെങ്കിലും മറ്റേതെങ്കിലും പ്രോഗ്രാമിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവര്, അവർക്കെല്ലാവർക്കും നമ്മളെ കൂടുതൽ മതിപ്പുണ്ടാവുക എന്ന് പറയുന്നത് നീതിപൂർവമായിട്ടുള്ള ഒരു ധാർമ്മികത എന്ത് ചെയ്യുക, നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിനകത്തും കൊണ്ടുവരാനൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് എങ്ങനെയും ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങാൻ പറ്റുന്ന ഏത് രീതിയിലുള്ള ആശയ രൂപീകരണങ്ങളൊക്കെ കൊടുത്ത് അവരെ ആ ഒരു തവണ മേടിച്ചതിന് ശേഷം അവർ നമ്മളെ പിന്നെ നെഗറ്റീവായിട്ട് കാണുകയും അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളിൽ ബാധിക്കുകയും നമ്മൾ പതിയെ പതിയെ നമ്മളെ തലച്ചോറ് തന്നെ നമ്മൾ അതിൽ നിന്ന് പതിയെ ആ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കും, ശ്രദ്ധാതത്വം മാറ്റും. ശ്രദ്ധാതത്വം മാറ്റുന്നതോടുകൂടി ബാക്കി ഊർജതത്വവും പിറകിലേക്ക് പോകും, കാന്തികതയും പോകും, എല്ലാം പോകും. ആദ്യം ശ്രദ്ധയെ തന്നെ പണി കൊടുക്കും. നമ്മളെ ശ്രദ്ധ വേറെ എങ്ങോട്ടെങ്കിലും തിരിക്കാൻ പറ്റുന്ന പ്രോസസ്സുകൾ ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. 35 5 മിനിറ്റ് അധികമായി. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെക്കോർഡുണ്ട്, നോക്കാം. പിന്നെ എന്തായാലും 8ാം ബാച്ചുകാർക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് നമ്മൾ പല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ 10ഉം ഇപ്പൊ 11ലേക്ക് വന്ന ബാച്ചുകാരും കുറച്ച് മനസ്സിലായില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇത്ര നിങ്ങളെ ബ്രെയിനിലേക്ക് എത്തുക എന്നുള്ളത് മാറ്റിക്കുക എന്ന് മാത്രമുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഒരു 5 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് യാത്രയാകാം ഇന്നത്തെ ദിവസം. കണക്റ്റ് ആയോ സഹോദരങ്ങളെ, കൂടെ പുറപ്പെടുകളെ? ഓക്കെ ഓക്കെ ഓക്കെ. ആ അതെ അതെ, ചെറിയ എന്നാലും ഒരു നമ്മൾ പറയുന്ന ഒരു ധാരണയൊക്കെ കിട്ടി തുടങ്ങിയല്ലോ, വ്യക്തം അല്ലെങ്കിലും, വളരെ വ്യക്തം അല്ലെങ്കിലും. ഓ ശരി ശരി ശരി. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അത് വേണം കിട്ടേക്കാം. പക്ഷെ അത് നമ്മളെ കോസ്മിക് തത്വങ്ങളുടെ ശരിയായ നോട്ടല്ല. ഞാനൊരു ഇന്നത്തേക്ക് വേണ്ടിയുള്ള ഒരു ആശയരൂപ വേറെ രീതിയിൽ അതിനെ ഇന്ന് ഞാനിപ്പോ എടുത്ത സാധനമാണ്, അത് ഇട്ടേക്കാം. നോട്ട് വേറെ രീതിയിലാണ് നോട്ട് പോയിരിക്കുന്നത്. അതിന്റെ കുറച്ചും കൂടി വേറെ ഡീപ്പ് ലെവലിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, അതിപ്പോ തന്നെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ. ആ പറയൂ സാറേ, പറയൂ മാഷേ.